ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വിവാദമാക്കുവാനും ട്രോളുവാനും പല മാധ്യമങ്ങളും അവസരം മുതലെടുത്തിരുന്നു. അതിൽ മുൻപന്തിയിൽ നിന്നത് ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റ് എന്ന മാധ്യമമാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗോപൻ സ്വാമി സമാധി വിവാദമാക്കിയതും മരണവീട്ടിൽ കയറി കുടുംബത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നതിനു പിന്നിൽ ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റ് ആണ് എന്ന അതിന്റെ പങ്കാണ് ഇപ്പോൾ വെളിവാകുന്നതും. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി സമാധി സംഭവത്തെ കൊലപാതകമെന്ന രീതിയിൽ അവതരിപ്പിച്ച ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റ് ആയിരുന്നു. ഒരു ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു പ്രാദേശിക വാർത്ത ഒരു വിഭാഗത്തിന്റെ മത ആചാരത്തെ അവഹേളിക്കാൻ ആയുധമാക്കി ലോകമാകെ പ്രചരിപ്പിക്കുകയായിരുന്നു. പിതാവ് മരണപ്പെട്ട വീട്ടിൽ കയറി കോമഡി രീതിയിൽ ചാനലുകൾ ട്രോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് സമൂഹത്തിൽ പരിഹാസ രൂപത്തിൽ പ്രചരിപ്പിച്ചു. സമൂഹ മാധ്യമത്തിലൂടെയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളായ ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ TV, 24 ന്യൂസ്, മീഡിയ 1 എന്നിവർ മരണവീട്ടിൽ വിവാദത്തിനും മറ്റും മത്സരിച്ചു. കുടുംബത്തെ വെച്ചും അവരുടെ വീഡിയോകൾ ഉണ്ടാക്കിയും പരിഹാസ ട്രോൾ ഇറക്കി കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു. ഇതിനായി ട്രോളന്മാരെ ഇറക്കി എപ്പിസോഡുകൾ വരെ ഈ ചാനലുകൾ നടത്തി. എന്നാൽ ഗോപൻ സ്വാമിയുടെ കുടുംബം പറഞ്ഞത് സത്യമാണ് എന്ന് സമാധി തറ പൊളിച്ച് തെളിയിച്ചതോടെ തന്നെ ഗ്രീൻ മീഡിയയുടെ പണി മൊത്തം പാളുകയായിരുന്നു. മനോരമ അടക്കം മഹാസമാധി റിപ്പോർട്ട് ചെയ്യാൻ ആദ്യം വന്ന മരണവീട്ടിൽ മോശമായി പ്രതികരിച്ച റിപ്പോർട്ടർമാരെ മാറ്റിക്കൊണ്ട് പുതിയ ആളുകളെ അയക്കുകയായിരുന്നു. നെയ്യാറ്റിൻകരയിലെ ഗ്രാമത്തിലെ സമാധി മഹാസമാധിയാക്കി വികസിപ്പിച്ചത് ദുരൂഹ വാർത്തകൾക്ക് തിരിച്ചടിയാവുകയായിരുന്നു ചെയ്തതും. അതുവരെ കുടുംബത്തെ കൊലപാതകികളാക്കിയ ചാനലുകാർ മലക്കമറിയുകയായിരുന്നു. ഗോപൻ സ്വാമിയുടെ മകനോട് സമാധി സർട്ടിഫിക്കറ്റ് ചോദിച്ചും തട്ടിക്കേറിയും ഒക്കെയായിരുന്നു അന്യ മതത്തിൽപ്പെട്ട റിപ്പോർട്ടർമാർ ചെയ്തുകൊണ്ടിരുന്നതും. മാധ്യമ പ്രവർത്തകൻ എന്നത് വിട്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വൈരാഗ്യ ചോദ്യങ്ങൾ കുടുംബത്തോട് അന്യമതത്തിൽപ്പെട്ട റിപ്പോർട്ടർമാർ ചോദിച്ചതും വൈറലായി കണ്ടിരുന്നു. അതേസമയം ഹിന്ദു ആചാരങ്ങളെ അധിക്ഷേപിക്കാനുള്ള അസുലഭ അവസരമായാണ് ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റ് സംഭവത്തെ കണ്ടത്. ഇതേ സമയത്ത് തന്നെയാണ് ഗുരുവായൂർ തുളസിത്തറയിൽ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട യുവാവ് ഗുഹ്യഭാഗത്തെ രോമം ലൈവായി തന്നെ പറിച്ചിട്ട് അശുദ്ധമാക്കിയത്. ഇതിനെതിരെ ഉയർന്ന പ്രതിഷേധത്തിന്റെ ഒരു വരി വാർത്തയോ ബന്ധപ്പെട്ട ഹിന്ദു വിഭാഗത്തിനുണ്ടായ വേദനയോ ഈ മാധ്യമങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതേ സമയത്ത് ഇല്ലാത്ത വിഷയമുണ്ട് എന്ന് വരുത്തി തീർത്ത് ഗോപൻ സ്വാമിയെ കൊലപ്പെടുത്തിയെന്ന വിധത്തിലുള്ള ധ്വനിവെച്ച വാക്കുകളും ദുരൂഹതകളും പടർത്തിവിടുകയായിരുന്നു മാധ്യമങ്ങൾ. ഹിന്ദു വിശ്വാസത്തെ എടുത്തിട്ട് ചിരിയുടെ മാലകൾ എതിരാളികൾക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു ഇവർ ചെയ്തത്. അതേപോലെ തന്നെ ശബരിമല യുവതി പ്രവേശനം മുതലാണ് ഗ്രീൻ മീഡിയ എന്ന മാധ്യമം രംഗത്ത് സജീവമാകുന്നതും. ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ ഉയർന്ന വിവാദം കൊഴുപ്പിച്ചും അതുപോലെ തന്നെ പൊലിപ്പിച്ചും കാണിച്ച് മതപരമായ ഒരു അവഹേളനം നടത്തുന്ന ഒരു വിഭാഗം തന്നെയായി മാറുകയായിരുന്നു, അല്ലെങ്കിൽ സജീവമായി മാറുകയായിരുന്നു അവർ. മാധ്യമ ജിഹാദ് എന്ന രീതിയിലാണ് ഇവരെ തീവ്ര സംഘടനകൾ പ്രൊമോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അനുഭാവം നൽകുന്നതും. സമൂഹത്തിന്റെ നിരവധി മേഖലകളിൽ മത അധിഷ്ഠിത നിലപാടുകൾ ഉയർത്തിക്കൊണ്ട് സമരവും പ്രതിഷേധവും നടത്തുന്ന ജിഹാദ് രീതി തന്നെയാണ് ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റും അവലംബിച്ചു പോരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.